എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നായർ. പത്തനാപുരം താലൂക്കിൽ തലവൂർ വില്ലേജിൽ പുര 18-ാം പടി വാർഡിൽ, പുരാപ്പിയോ 18-ാം പടി വാർഡ് താമസിക്കുന്നത്. എൻ്റെ കൃഷിയിടം 18-ാം പടി വാർഡിൽ. നേരത്തെ പുര വാർഡായിരുന്നു, ഇപ്പോൾ 18-ാം പടി വാർഡാണ്. പിന്നെ ഞാൻ 5 വർഷമായിട്ട് കൃഷി രീതികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പല പല കൃഷികളായിട്ട് മാറി മാറി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചീര കഴിയുമ്പോൾ അടുത്ത അങ്ങനെ ആലോചിക്കും അടുത്ത എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ആ സമയത്ത് ചെയ്യും. ആദ്യം പറഞ്ഞാൽ നിലം വൃത്തിയായിട്ട് കിളച്ച്, പിന്നീട് അത് 2-3 പ്രോസസ്സിങ് ഉണ്ട്. അതായത് കട്ട വീണ്ടും ഒന്നുകൂടെ ഇത് ഉടയ്ക്കണം, കട്ട ഉടച്ച് ഇതാക്കിയിട്ട് പിന്നെ നമ്മളൊരു പുട്ടുപൊടി പരുവം എന്ന് പറയുന്നില്ല എങ്കിലും തരി വരും. ആ രീതിയിൽ നമ്മൾ ചീരയുടെ ആ ഒരു ബെഡ് തയ്യാറാവും. അതായത് നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യം, ചീര നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാനുള്ള സൗകര്യം, ഇതൊക്കെ നമ്മൾ വേണം. കാരണം ഇപ്പോൾ ഒരു ഇല പുഴുവുണ്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയൊക്കെ പോകണമെങ്കിൽ മൊത്തത്തിൽ പടം നടത്താൻ പറ്റില്ല. അതത്രയും വഴി ഒരു ചാലുപോലെ ഇട്ടിട്ട് ബാക്കിയുള്ള ഇങ്ങനെ ബെഡ് ഊരി കുറച്ച് നമ്മൾ ഈ മണ്ണ് പരുവാക്കിയല്ലോ. പരുവാക്കിയിട്ട് നമ്മളിതിനകത്ത് കുമ്മായം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒക്കെ ഇളക്കി റെഡിയാക്കി. ചെറിയൊരു ഈർപ്പാവസ്ഥ വേണം മണ്ണിന്, എന്നാലേ കുമ്മായം കറക്റ്റായിട്ട് പിടിക്കും. 15 ദിവസം ഫ്രീ ആയിട്ടും കിട്ടും. അതിനുശേഷം നമ്മൾ ഒന്നുകിൽ അന്നേരം വാരി വിതയ്ക്കുക. അതാകുമ്പോൾ ജോലി ഒരുപാട് കുറവുണ്ട്. വാരി അതിൽ കൃത്യമായിട്ട് നെല്ല് വിതയ്ക്കത്തോളം വാരി ചേരുക. ഇത് വയലിൽ ചേർത്തോളം ചേരാൻ പറ്റില്ല, കാരണം എല്ലാം പാത്തി പോകും. അപ്പോൾ അതിനൊരു പരുവത്തിൽ കൂടെ നമ്മൾ ചേറി വിടാം. അല്ലെങ്കിൽ നേരത്തെ പാകി ഇട്ടിട്ട് പറിച്ച് കിടാം. ഇപ്പം ഞാനിത് ചെയ്തു പോലെ ഇത് ഭയങ്കര ജോലിയായി പോയി. കുറച്ച് ദിവസം ഒരു പണിയായിരുന്നു. പറിച്ച് നടന്നതിൻ്റെ കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഈ തൈകളങ്ങളെ അകലം കിട്ടും, ഇതിലേക്ക് കുറച്ചുകൂടെ എനർജി കിട്ടും. ഇതിലെല്ലാം ഉപരി നമ്മൾ ആൾറെഡി ഇവരെ ഇങ്ങനെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇല ഉരുട്ടിപ്പുഴും അപ്പോൾ നമുക്ക് കീടനാശിനി പ്രയോഗം കുറയ്ക്കാം. ഇത് ഈ ഒരു സംഭവത്തിന് മാത്രമേ ഉള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. മഴ ഒന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങനെ പൊട്ടും. മരുന്നുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് ഇതുവരെ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. കാര്യം ഇത് ഇലവർഗം ആയതുകൊണ്ട് ഈ സ്യൂഡോമോണസ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് പിന്നെ കെമിക്കൽ പവർ ഇല്ലാത്തതാണെന്ന് പറയുന്നുണ്ട്. ബാക്ടീരിയല്ലേ, അതൊരു പിന്നെ ഇത് പ്രത്യേകതരം മിത്ര ബാക്ടീരിയ എന്നാണ് പറയുന്നത്. കാരണം മഴ ഇല്ലാത്തതുകൊണ്ട് ഇനി അടുത്ത നാമ്പ് വരുമ്പോൾ ക്ലിയർ ആവുന്നു. ഇല്ലെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് സ്പ്രേ നോക്കാതെ ചാണകപ്പാലിനകത്ത് സ്യൂഡോമോണസ് കലക്കി നേർപ്പിച്ച് സ്പ്രേ കൊള്ളാവുന്നവർ പറയുന്നുണ്ട്. പാൽക്കായം, മഞ്ഞപ്പൊടി, പിന്നെ സോഡാപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊരു ഇതുണ്ടാക്കി. അത് യൂട്യൂബിൽ ഞാനതൊരു കണ്ടതുകൊണ്ട് അങ്ങനെ ചെയ്തു നോക്കിയതാണ്. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. കാരണം അതുമാതിരിയുള്ള മഴയെ കൂടെ അതിന് കൂട്ടത്തിലുള്ള വാഴയ്ക്കും എല്ലാം പ്രശ്നമായി. ഈ പരുവത്തിലാകുമ്പോൾ ലേശം യൂറിയ കൂടെ ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രാജ്ബോസോ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൊട്ടാഷിൻ്റെ അനുപാതം വളരെ കുറച്ചേ ഇലയായത്. പൊട്ടാഷ് കൂടി കഴിഞ്ഞാൽ ഇയാൾ പെട്ടെന്ന് ഒരു പൂത്തുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. പൊട്ടാഷ് ഇച്ചിരി കൂടി പോയപ്പോൾ പെട്ടെന്ന് ഒരു പൂത്തു. പൊട്ടാഷ് വേണം, പക്ഷെ പൊട്ടാഷില്ലെങ്കിൽ ഈ നിറമൊക്കെ കിട്ടാൻ പാടായി. പൊട്ടാഷ് ഇതിൻ്റെ ഒരു കടവാണ്. പക്ഷേ ഇത് പെട്ടെന്ന് പൂക്കുക എന്നുള്ളൊരു പ്രശ്നവും. യൂറിയ കൂടിക്കഴിഞ്ഞാൽ ഈ ചീര ടേസ്റ്റ് ഇല്ലാതെ പോകും. ഈ രാസവളം ഏത് കൂടിയാലും ഈ ചീരയ്ക്ക് നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. കാണാൻ നല്ല ആകർഷണമൊക്കെ ആയിരിക്കും. അതെല്ലാം കട്ട് ചെയ്തിട്ട് കൂടെ മാറ്റി വെച്ച് 1/2 മണിക്കൂറിനുള്ളിൽ ഇവൻ ഡൗടാവും. പിന്നെ അത് നമ്മൾ വെള്ളം കൊടുത്താൽ തന്നെയും വലിയ പാടായിരിക്കും. ഇത് നമ്മുടെ ഈ ചീര എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രാവിലെ കൊണ്ടുപോയാൽ പെട്ടെന്ന് അത്ര വാടിയാൽ തന്നെ ഇത് വെള്ളത്തിനകത്തൊക്കെ അവർ ഈ ഇതുപോലുള്ള ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ടേ ചെറിയ കെട്ടാക്കിയിട്ട് അതിനകത്ത് ഇറക്കി ഇങ്ങനെ കുത്തിച്ചരിവ് ഇല നല്ല കുറേ നേരത്തേക്ക് അങ്ങനെ ഒരു ദിവസമൊക്കെ അങ്ങനെ നീന്തോളൂ. പച്ചയ്ക്ക് തന്നെ നിൽക്കും, വാടി കിടക്കത്തില്ല. ഇത് രാസവളം കൂടുതൽ ഉപയോഗിക്കുന്ന ചീര അതിന് വാടി പൊങ്ങത്തില്ല. അതിൽ ഈ വൈറ്റ് ചീര വെള്ളത്തിൽ അങ്ങനെ വെച്ചാൽ കിട്ടത്തില്ല. വയലറ്റ് ആ ഇത് കിട്ടത്തില്ല. ഈ ചീരയ്ക്ക് മാത്രമേ ഉള്ള ആ ഒരു ഇത്. ആൾക്കാർ വരുമ്പോൾ അവർ കെട്ടി വെച്ചേക്കുന്നത് ഓരോ കെട്ടെടുത്ത് കൊടുക്കും. ഇപ്പോഴത്തെ ചൂടൊക്കെ പെട്ടെന്ന് വാടിയും ചെയ്യും. പക്ഷെ ഇത് വാടിയാലും ചിലത്. ഇനി ഇതാണ് ഇയാൾക്ക് ഏറ്റവും വലിയ വിഷയം, മഴ. ഇയാൾക്ക് കണ്ടുകൂടാ. മഴത്തുള്ളി വീണ് കഴിഞ്ഞാൽ ഇതാ പാടും. 12 സെന്റ് ഉണ്ട്. 12 സെന്റ് നിലത്തിലേക്ക് ഞാൻ ആകെ ആഡ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു 1.5 കിലോ 2 കിലോ പൊട്ടാഷ്യം മാക്സിമം മറ്റേൻ്റെ കൂടെ ആഡ് ചെയ്യത്തുള്ളൂ. അത് കൂടുതൽ ചേർക്കുന്നില്ല. കാരണം ചാരമുണ്ട്, ചാണകപ്പൊടിയുണ്ട്, അതെല്ലാം പൊട്ടാഷ്യൻ്റെ കണ്ടന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഈ തെങ്ങിൻ്റെ ഓല മടൽ അതുപോലുള്ള സാധനങ്ങൾ കൂടുതലും വീട്ടിൽ നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആ ചാരമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പൊട്ടാഷ്യൻ്റെ കണ്ടന്റ് കൂടുതലായി. തെങ്ങിൻ ചാരത്തില്ല. തെങ്ങിൻ്റെ ഏത് സാധനങ്ങൾ, ചിരട്ട, തൊണ്ട്, ഓല മടൽ, ഇതിനകത്തൊക്കെ ആവരുന്ന ചാരത്തിന് പൊട്ടാഷ് കണ്ടന്റ് കൂടുതലുണ്ടെന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാരം ഉപയോഗിക്കുന്നതുകൊണ്ട് മാക്സിമം പൊട്ടാഷ് കുറയ്ക്കും. ഞാനിപ്പോൾ ഇത് കൂടി വന്നാൽ 2 കിലോ ഒരു ട്രിപ്പ്. ബാക്കി യൂറിയയും മൈനസ് മതി. 2 കിലോ യൂറിയ ഉപയോഗിക്കുന്നിടത്തൊരു നമ്മളിപ്പോൾ 2 കിലോ പൊട്ടാഷ് ഉപയോഗിക്കുമ്പോൾ വന്നാൽ ഒരു 1.5 കിലോ 1 കിലോ യൂറിയ മാത്രം. ബാക്കി അതല്ല ഈ രാജ്ബോസ് ഇതിന് കുറച്ചുകൂടെ ഇടാൻ പറ്റും. അത് ഈ തളുക്കാൻ നല്ലതാണ് രാജ്ബോസ്. നിറത്തിന് ഈ പൊട്ടാഷ് ഇല്ലെങ്കിൽ നിറം വിളറിയും.
ആ രാജ്ബോസ് ഇട്ട് കഴിച്ചാൽ നല്ല ഇല വീശി വരാനും തളുക്കാനും നല്ലതാണ്. വിതയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 20 ദിവസം മുതലേ വിതപ്പെട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ബെഡിലാകുമ്പം നമ്മൾ പറിച്ച് ഇടുമ്പോഴത്തേന് അത്രയും കൂടെ സമയം ഇച്ചിരി മുന്നോട്ട് പോകും. 10-15 ദിവസം കൂടെ ഗ്യാപ്പ് കൂടുതലാണ്. പറിച്ച് നട്ട് അത് വേര് പിടിച്ച് റെഡിയായി വരണ്ടേ, അത്രയും സമയം പോകും. പിന്നെ അപ്പോൾ ഒരു 10-30-40 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് അറിയാം ഒരു പരുവം കണ്ടില്ലേ. ഇപ്പം ഇവിടെ ഈ കള നടക്കുന്നതെന്ന് വിചാരിച്ച് ഇതിനകത്ത് കളയില്ല. ഇത് ഈ പാത്തി ആയതുകൊണ്ട് ഇത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇടിഞ്ഞു പോകും. ഇപ്പം അതിനെ അറുത്ത് മാറ്റുക എന്നുള്ളൊരു പരിപാടി. അത് ഈ കന്നാലിക്കാരുള്ള പോച്ച ഇറക്കും. അവരെ ഇതൊക്കെ കണ്ടിച്ച് കഴിയുമ്പോൾ അവരെ വിളിച്ചിട്ട് ഇത് കണ്ടിച്ച് അവരെ കൊണ്ടുപോകും. അവർ കന്നാലിക്കൊരു തീറ്റയാവും. അത് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് വളമാക്കാനും പറ്റും. വെള്ളത്തിനകത്തിട്ട് അഴുക്കി വെള്ളം തെങ്ങിനോ വാഴയ്ക്കൊക്കെ കൊണ്ടൊഴിക്കാം. ഇതിനും ഒഴിക്കും, കുഴപ്പമില്ല. ഇതിന് ഉള്ളിൽ കണ്ട് പുറത്ത് ഇങ്ങനെ കള ഉണ്ടെങ്കിലും ഉള്ളിൽ കണ്ട കളയില്ല. വലുതായിട്ട് കളയായി വരുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഇടയ്ക്കൂടെ ഈ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് മൊത്തം വലിച്ച് പുഴുതെടുക്കും മൊത്തം. പിന്നെ ചീര ഈ പ്രായം എങ്കിലും ആവാതെ നമ്മൾ കണ്ടിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഈ കൊണ്ടുപോകുന്നവർക്കും പ്രയോജനം പറ്റില്ല. ഇത്രയെങ്കിലും ആകുമ്പോഴേ ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിൽ വെറും വെള്ളമായി പോകും. കച്ചവടക്കാരെ ഞാൻ പറഞ്ഞില്ല, കച്ചവടക്കാർക്ക് വിഷയമാകും. അവർക്ക് ഇത് വിറ്റ് തീരണമെങ്കിൽ പറയണം. കുറേ സമയം ഇത് കഴിയുമ്പോൾ ഈ ചീര ഒരുപാട് പിന്നെ ഈ തണ്ട് ചെറുതല്ലേ, വെള്ളം മരിഞ്ഞു. ഇത് മിനിമം പരുവാ, ഈ പരുവ. ഇതൊക്കെ പറഞ്ഞാൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാലേ ഈ അടപ്പിൽ വെച്ച് വേകുമ്പോഴത്തേന് ഇത് മൊത്തത്തിൽ അങ്ങ് ചൂന്നങ്ങ് പോകും. അതായത് ഈ ഒരു ഇച്ചിരി പ്രായം ആവുന്നതാണ് നല്ലത്. ഒരുപാട് മുറ്റരുത്, തണ്ട് ഉപയോഗിക്കണം. ആ രീതിയിൽ ഇലയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അരിഞ്ഞിട്ട് കഴിയുമ്പോൾ ഒന്നുമില്ല. തണ്ടിനകത്താണ് ഇതിൻ്റെ കളി. തണ്ട് കൂടെ ഉണ്ടെങ്കിലേ ആ ചീരയ്ക്കൊരു വെള്ളം എന്ത് കണ്ടാൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ വലിയ ഫോഴ്സിന് അതിൻ്റെ മണ്ട വീഴാതിരിക്കാൻ പറ്റും. ഫോഴ്സിനെ മണ്ട വീണ് കഴിഞ്ഞാൽ ഇത് ചാഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്രേ ചെയ്ത് പരമാവധി ഒഴിക്കുന്നത്. വളക്കൂറുള്ള മണ്ണ് നമുക്ക് സ്വാഭാവികമായിട്ടും കണ്ട് അറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മണ്ണിനകത്ത് നമ്മൾ കിളക്കുകയും എടുക്കുകയും മണ്ണ് ബാന്ധി നോക്കുമ്പോഴേ ഈ മണ്ണ് പ്രോസസ്സ് മണ്ണ് ഇളക്കുന്ന സമയത്ത് ഇതിനകത്ത് സൂക്ഷ്മജീവികൾ, മണ്ണര, അതുപോലുള്ള പല പല സാധനങ്ങൾ കാണും. ഇത് ആ മണ്ണിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഊഹിച്ചോടെ നമ്മുടെ മണ്ണിന് ജൈവവളം അംശമില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ജീവാംശം ഉണ്ടെങ്കിൽ ഈ മണ്ണരതി താമസിക്കരുത്. പിന്നെ കെമിക്കൽ പവർ കൂടിയാലും രാസവളം മാത്രം ഉപയോഗിച്ചാലും ഈ ജീവികളെല്ലാം ഇത് പോകും. അത് ഉദാഹരണം നമ്മുടെ ഈ പോച്ചക്കടിക്കുന്ന മരുന്ന്, അത് ഭയങ്കര കെമിക്കൽ പവർ ഉള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന നിലങ്ങളിലെല്ലാം ഒരു വല്ലായ്മയാണ്. മണൽ മാതിരി കിടക്കും. ഇതുപോലെ ചെളി കിട്ടത്തില്ല. ഇതിപ്പോൾ ഉണ്ടോ ഇത്രയും ചെളി കിട്ടുന്നില്ല. ജൈവാംശം കുറേ ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജൈവാംശം കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, ചാണകപ്പൊടി, ചാരം, കരിയില, ഇതെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മണ്ണിനകത്ത് ജൈവാംശം നിലനിർത്തണമെന്ന് നമ്മൾ വിചാരിക്കണം. വെറുതെ കുറേ രാസവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി റെഡി ആവണമെന്നില്ല. അത് അടിസ്ഥാനപരമായിട്ട് ജൈവാംശ വളം കിടപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ രാസവളം അതിനകത്ത് സക്സസ് ആയിട്ട് വരത്തുള്ളൂ. ഈ രാസവളം എന്ന് പറയുന്നത് ഇയാൾക്ക് വളരാൻ വേണ്ടിയിട്ട് ഒരു എനർജിയാണ്. അതിന് ജൈവവളം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. അത് മണ്ണിൽ കിടന്നില്ലെങ്കിൽ രാസവളം കൊണ്ട് മാത്രം കൃഷി അത്ര ശോഭിക്കത്തില്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യത്തില്ല. പല സാധനങ്ങൾ നമുക്ക് മണ്ണിന് ഉപകാരമുള്ള സാധനങ്ങളും ഉപദ്രവകരമായിട്ട് സാധനങ്ങളും ഉണ്ട്. ഈ കുണ്ടളപ്പുഴുവൊക്കെ നമുക്ക് ഉപദ്രവകരിയാണ്. അതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് തല്ലിക്കൊരുത്ത് കളയുക, അത്രയേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഈ മണ്ണര തന്നെ നല്ലൊരു സാധനം. അതുപോലെ ഈ പാത്തിയിൽ തവള ഇതിനകത്തൂടെയൊക്കെ ഓടി പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ മണ്ണിനകത്ത് വലിയ കെമിക്കൽ പവർ കയറിയിട്ടില്ല. പിന്നെ ഈ വെള്ളത്തിനകത്ത് മത്സ്യങ്ങൾ, പൊടി മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ വെള്ളം വലിയ കുഴപ്പമില്ല, പ്രശ്നമില്ല. മീൻ ഓടുന്നുണ്ടെങ്കിൽ ഒരു മീനും കാണുന്നില്ല, എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ വെള്ളം വരെ കെമിക്കൽ പവർ ബാധിച്ചിട്ടുണ്ട്. കെമിക്കൽ പവർ ഉള്ളതെടുത്ത് മത്സ്യത്തിന് ജീവിക്കാൻ പ്രയാസം. മത്സ്യത്തിനല്ല ഒരു ജീവിക്കും പരമാവധി എന്ന് വിചാരിച്ച് മാക്സിമം ജൈവവളം ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ അത്യാവശ്യം രാസവളം ഉപയോഗിക്കുക. അങ്ങനെ രാസവളം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാസവളത്തിൻ്റെ വില അപാരമായ വിലയാണ് കയറിപ്പോകുന്നത്. അപ്പോൾ ആ രീതിക്ക് ജൈവവളം കണ്ടിന്യൂ ചെയ്തിട്ട് പ്രോത്സാഹനമായിട്ട് മാത്രം രാസവളം കൊടുക്കുക. അതൊരു മിനിമം വിളവ് നമുക്ക് കിട്ടും. ഇത് ഇലചുരുട്ടിപ്പുഴും പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോകും. മരുന്നുകൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഉമ്മ കുറേ മരുന്ന് കൊണ്ടുവന്ന് അടിച്ച് വെച്ച് പോയിട്ട് കാര്യമില്ല. മരുന്ന് കഴിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ഈ ഇല 10-30 ദിവസത്തെ വിളവെടുപ്പേ ഉള്ളൂ. കൃഷിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പം നാട്ടിൻപുറത്ത് തന്നെ വന്യമൃഗശല്യം. പന്നിയെ കൊല്ലാന്, പന്നിയെ നീക്കാനോ ഉള്ളൊരു സംവിധാനം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഇടയ്ക്ക് പിന്നെ വെടിവെക്കാനെന്ന് പറഞ്ഞ ആൾ ഒരു പ്രാവശ്യം കൊണ്ട് വന്നത്. പക്ഷെ പന്നി കണ്ടില്ല, ഇതുപോലെ സ്ഥലങ്ങളെല്ലാം ഇടിച്ചിടുക. ഇവരുടെയൊക്കെ വയറ് വിശക്കുന്ന സമയത്തെ ഈ കൃഷിക്കാരൻ കൃഷി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും കർണാടകത്തിലായാലും ഏത് സ്റ്റേറ്റിലായാലും ഒരാൾ കൃഷി ചെയ്തില്ലെങ്കിലേ ആ പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിലോട്ട് വരും. അപ്പോൾ അത് വയറ് വിശക്കുമ്പോൾ ഈ മൃഗസ്നേഹമൊക്കെ അവിടെ പോകുമെന്നാണ് എനിക്ക് ഇപ്പോൾ സംശയം തോന്നുന്നു. സത്യത്തിൽ വിഷമം വരും. കാര്യം ചില സമയത്ത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ നശിപ്പിച്ചിട്ടേക്കുന്ന കാണുമ്പോൾ വലിയ വിഷമമാണ്. ഇപ്പം എനിക്ക് വളരെ ശല്യം കുറവാണ്. കഴിഞ്ഞ വർഷം വാഴ
10 മൂട് ഏത്തവാഴ എല്ലാം എടുത്ത് കളഞ്ഞു, കുത്തിപ്പറിച്ച് ചതച്ചരച്ച് കളഞ്ഞിട്ട് പോയി. മരച്ചീനി ഇവിടെ ഈ നിലത്തിന് മരച്ചീനിയായിരുന്നു. അവര് വീട്ടാവശ്യത്തിന് പോലും യഥാർത്ഥത്തിൽ കിട്ടിയില്ലത്. ആ മൊത്തം പന്നി ശല്യമായിരുന്നു. പന്നി എടുത്ത് കളഞ്ഞിട്ട് ആ പാത്തിയൊക്കെ ഇടിച്ചിട്ടൊക്കെ നടന്നു. അപ്പൊ അവര് കോരിക്കൊണ്ടിരിക്കുക. വീണ്ടും അവർ ക്യാഷ് മുടക്കും.